ശുചീകരണ പ്രക്രിയ. ഒരു മരം ഇലകൊഴിക്കണോട്ടാ, ഈ ഒരു മരം മാത്രം. അവിടെ ഒല്ലുപള്ളി പെരുന്നാളിന്റെ പടക്കം കൂട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട. ദീപാവലിക്കടി ഞാൻ 25 പൊക്കേണ്ട വരും. മഴയും വെയിലും കുറുക്കന്റെ കല്യാണം. ദീപാവലിയാണ്. അപ്പോൾ ദീപാവലിയിലെ ഒരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം ഇത് ജഗും ജോവിനും കൂടിയിട്ട് ചരാതുകളിലെ പെട്ടിയെടുത്തു. അത് ചെയ്യാൻ പോകണം. ദീപാവലി കാലത്ത് സമയം ഇപ്പോൾ ഒരു 10-10:30 സമയം കേട്ടോ. അപ്പോൾ മഴയാണ്. ഇന്നലെയൊക്കെ ഗംഭീരമായ മഴ പെയ്തു. തകർപ്പ് മഴ. ഒല്ലുപള്ളി പെരുന്നാൾ കൂടിയിട്ടാണ് വെടിക്കെട്ടുണ്ടായെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ദീപാവലി. അപ്പോൾ ദീപാവലിക്ക് നമുക്കിവിടെ ആകെ വൃത്തിയാക്കണമല്ലോ. വൃത്തിയാക്കാന്ന് വെച്ചാൽ നമ്മുടെ വഴിയിൽ കുറച്ച് കാട് പിടിച്ചിട്ടാണ് കേൾക്കുന്നത്. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ മഴ കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ട് വെടുപ്പാക്കുന്ന വിചാരിച്ചു. എങ്ങനെയും നമ്മളിപ്പോൾ ചെത്തി കഴിഞ്ഞാൽ അപ്പോഴേക്കും കാട് വരും. വെടുപ്പാക്കിയാലും നമ്മുടെ വിളക്ക് വയ്ക്കുമ്പോൾ വിളക്ക് വയ്ക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. വിളക്ക് വെച്ചാലും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കാലത്തെ എൻ്റെ ശുചീകരണ പ്രക്രിയ സേവനവാരം. വേറൊരു സംഭവം ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. വാ. സാധാരണ വൃശ്ചികമാസം ആവുമ്പോഴാണ് കേട്ടാ മരങ്ങൾ ഇല പൊഴിക്കാറ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മരങ്ങൾ നേരത്തോടെ ഇല പൊഴിക്കാൻ തുടങ്ങി. മഴ പെയ്യണതിൻ്റെ ഒപ്പം ആവുമ്പോഴേ ചവറ് നീങ്ങാൻ പാടെ. ഇവിടുത്തെ ഇലകളൊന്നും കാണിച്ചുള്ള ജഗ്ഗുക. ഇന്നലത്തെ ഒരൊറ്റ ദിവസം പൊഴിഞ്ഞ ഇലകളാണിത്. ഈ ഒരു മരം ഇല പൊഴിക്കണുള്ളൂ കേട്ടാ. ഈ ഒരു മരം മാത്രം. ഇതെല്ലാ ഇല പൊഴിച്ച് കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി ഉണ്ട്. ഇവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഗതി എന്നിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്ലും ചേട്ടൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദൗത്യം. ജഗ്ഗുവിന് ഉയരം, ജഗ്ഗുവിൻ്റെ ക്ലാസ്സിൽ വളരെ ഉയരം കുറവ് ജഗ്ഗുവാണെന്ന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഈ സാധനം ഓൺലൈനിൽ ഞാൻ വാങ്ങി വെച്ചു. പക്ഷെ ചേട്ടൻ അത് കെട്ടണത് കാണാനില്ല. അപ്പോൾ ജഗ്ഗു പോയിട്ട് വെല്ലിശനോട് സങ്കടം പറഞ്ഞു. അപ്പോൾ വെല്ലിശൻ പറഞ്ഞു ഇനി മുടക്കുള്ള ദിവസം നീ പേടിക്കണ്ട, വെല്ലിശൻ കെട്ടി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദീപാവലി അല്ല ചേട്ടൻ മുടക്കല്ലേ. അപ്പം അല്ല ചേട്ടൻ വന്നതാ കെട്ടാൻ. മറ്റേ ഇതൊക്കെ ആ സാധനമൊക്കെ വെച്ച് കെട്ടി ഒക്കെ റെഡിയാക്കി. പക്ഷെ പിന്നെ ഇതിലേക്ക് എത്തുമോ? കെട്ടാനായിട്ട് പറഞ്ഞപ്പോ പറ്റിയില്ല. എന്നിട്ട് കെട്ടിയപ്പോ ഞാലാ വന്നേക്കാ. ജഗ്ഗുവിന്റെ ബലത്തിനുള്ളത് ആല ചേട്ടൻ കെട്ടിയിട്ടുള്ളോ? കൂടുകളുണ്ട. ഇതൊരു കൂട്, അതൊരു കൂട്, അതിന്റെ അപ്പുറത്തൊരു കൂട്. ഇത് വലിയ കൂടുകളാണ്. ഇവര് പെറ്റിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് അല്ലെങ്കിൽ ഇരിക്കപ്പുറത്ത് ഇതിലുള്ള പുളികളുണ്ട്. ഫസ്റ്റ് കലക്കാൻ പോകുന്നു അവർക്ക്. എൻ്റെ കൈ പൊള്ളാണ്ടിരുന്നാൽ മതി. അവിടെ ഒല്ലുപള്ളി പെരുന്നാളിൻ്റെ പടക്കം കൂട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട. ഈ ഇത് ഒരു നാരങ്ങയാണ് കേട്ടാ. എന്തൊരു നാരങ്ങയാന്ന് അറിയില്ല. ചെറുനാരങ്ങയല്ല, ഇത്തിരി വലിപ്പമുള്ളതാണ്. പുളിറുമ്പുളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണോ. ശരിക്കും ചൂട്ട് കൊണ്ടിട്ട് കത്തിക്കണം. ഇത് വേറെ ആ കടലാസ് കത്തി കഴിഞ്ഞോളൂട്ടാ. കൈ പൊള്ളണ്ട. അയ്യോ, സ്ലോ മോഷൻ വേണം. അടുത്തെടുക്ക. രണ്ട് ഇതവിടെ രണ്ടെണ്ണം എൻ്റെ കാലുകളൊക്കെ അടിച്ചിട്ട്. ദീപാവലിക്കടി കണ്ട സരിത 1000 ചാടി കയറണ്ടാട്ടാ. നീ കൈമ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ പൊങ്ങിയാ മതി. കുതിക്കണ്ട. കൈ പിടിച്ചിരുന്ന ഒരു അളവിൽ പിടിച്ചിട്ടു. ബാഹു ആ സ്റ്റൂൾ എടുത്ത കയ്യിന് ബലം കൊടുക്ക്. അടിയിൽ നിന്ന് സ്റ്റൂൾ എടുക്ക്. കാല് വെക്കണം. നീ പൊങ്ങ് കൈയോട്. പൊങ്ങടാ
പൊങ്ങ് ഞാൻ പൊക്കി തരാം. ട്രൗസറാണ്. ഇതെന്ന് ബലം പിടിച്ച് നീ ട്രൗസർ മാൻ പിടിക്കില്ല, ഞാൻ നിന്റെ കാൽമാൻ പിടിക്കാം. ഞാൻ അപ്പൊ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കയ്യിന് ബലം കൊടുക്കണ്ടേ? ഇവ അവിടെ നിന്നൊരു ബാബ ചാടിയിട്ട് ഊഞ്ഞാലാടണോന്ന് കാണിക്കും. ഇതാണ് പൊങ്ങല്. ഞാൻ ഇതിൽ പിടിക്കാട്ടാ. പിടിച്ചോ. കിട്ടില്ല, ഒരു ചന്തിമ പിടിക്കാം. പൊങ്ങ് ചിരിക്കണ്ട്. പൊങ്ങ് പൊങ്ങട. അയ്യോ ഞാൻ 25 കിലോ പൊക്കണ്ട വരും. പൊങ്ങ്. ആ പൊങ്ങ്. ശ്വാസം പിടിച്ചിട്ട് പൊങ്ങ്. ആ പൊങ്ങ്. അത് നീ വിട്. വിട്ടോ. ആ തല പിടിച്ച് വലിക്കരുത്. നീ പകുതി പൊങ്ങണല്ലോ, പകുതി വെയിറ്റ് ഞാനാ പൊക്കണത് നിന്റെ. വെല്ലിശനാവും പൊക്കം വയ്ക്കാൻ. ചിരിക്കേണ്ട ആയോളോ. ചെരുപ്പൂര് ചെരുപ്പൂര്. മഴക്കാര് പൊങ്ങിയോളൂ. അങ്ങനെ കാലോട് കുതിച്ചിട്ട് നീ ഒരു പ്രാവശ്യം ആക്കണ്ട. നീ ഇറങ്ങെടുത്തില്ലേ? പിടിക്ക്, ബലം പിടിക്ക്. ചിരിക്കരുതിട്ടാ. ഞാൻ ഇവിടെയാ. സ്റ്റൂൾ എടുത്തോളാം. കുതിക്കണ്ട. കയ്യിന് ബലം കൊടുത്ത് പോക്ക്. എങ്ങനെയാണ് പോക്ക്? ചാടറിക്കോ. കൈ ലൂസാക്ക്. ഇനി പൊങ്ങ്. പൊങ്ങട. ഇതെന്താ പല കൈക്ക് ബലം വരുന്നില്ലോ. അവന് എവിടെ പിടിച്ചാലും അവൻ ഇങ്ങനെ വന്നിട്ട് അമ്മ പിടിച്ചിട്ട് 2 ഊഞ്ഞാലാടല്ല. ഏടാ ഞാൻ ഇനി വന്ന ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇനി മുട്ടുമ്പോ കാലിന്റെ മുട്ട് വന്ന് പിടിച്ചൊക്കെ കിളീന്റെ വലിയ ചെരുപ്പിടാണ്ടാക്കി. ഇവന് കാല് നല്ല മുട്ടാൻ പാടില്ലല്ലോ. പൊങ്ങ്. പിന്നെ എല്ലാ ബലം ഞാൻ എടുത്ത് പൊക്കണം. ചിരിക്കരുതിട്ടാ. മറ്റുള്ളവരുടെ കാലടിക്ക് ലൂസാവണേ. നിമ്മിണ്ടാണ് നോക്കിയ ചിരിക്കില്ലടാ. അതെ, നിങ്ങൾ തന്നെ ബലം കൊടുത്ത് കാൽമ പിടിച്ച് ബലം കൊടുത്ത് പൊക്കണം. അല്ലാണ്ട് പിന്നെ കൈക്ക് തണ്ടല്ലേ ലൂസാക്കിട്ടിട്ട് പിന്നെ പൊങ്ങുക. അപ്പോഴാണ് തണ്ടലിന്റെ ഇവിടെ നിന്ന് ഒരു ഇത് കിട്ടുള്ളൂ. കാക്കള് വലിയ ശല്യ. കാക്കളക്ക് നമ്മളെ ചെറാതെ വയ്ക്കില്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മള് അതിൽ തിരി വയ്ക്കും. ഈ തിരിയൊക്കെ അവർ എടുത്തുകൊണ്ട് പോകും. എന്തിനാണ് അത് തിരി എടുത്തുകൊണ്ട് കൂടിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ? അവരവിടെ കൂടിൻ്റെ ഉള്ളിൽ അവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണമല്ലോ. അത്രമാത്രം ചവറ. ഭയങ്കര മഴയും വേണ്ടിട്ട് നമ്മുടെ ദീപാവലി വിളക്ക് വെക്കുന്നത് നടക്കുമെന്ന് അറിയില്ല കേട്ടാ. എല്ലാവരും ക്ലീനിങ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഉരുണ്ടുകൂടി. അതെ, മഴ തുള്ളി അടങ്ങി. കാര്യമൊന്നുമില്ല. ഓരോ കാറ്റ് ഊതുമ്പോഴേ 3 മരം ഇല പൊഴിക്കുന്നുണ്ട്. ഈ 3 മഹാഗണി. മഴ തുള്ളി അടങ്ങിട്ടാ. മഴയും വെയിലും കുറുക്കൻ്റെ കല്യാണം. ഞാനേ ഇതേ ഇവിടെ നോക്കിയാ ഇത്രയ്ക്ക് ഇതിൽ വെടുപ്പാക്കി. ഇനിയിപ്പോൾ മഴ പെയ്തു ഞാൻ ക്ഷീണിച്ച് തവിട് പൊടി. ആ മൂലയിൽ വെടുപ്പാക്കാണ്ട്, ഈ മൂലയും കൂടി വെടുപ്പാക്കാണ്ട്. ജഗ്ഗു കുറച്ച് നേരം വെടുപ്പാക്കിയിട്ട് നിർത്തി പോയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. പിന്നെ ആ അറ്റത്ത് കുറച്ചും കൂടി ഉണ്ട്. വഴി വൃത്തിയായി ഒരുവിധം. നമ്മുടെ പുല്ലിച്ചത്തിൽ കഴിഞ്ഞു, കുളി കഴിഞ്ഞ് എന്നാലും നമ്മുടെ ഈ സരിതോടെ മിറ്റടിച്ചു തുടർന്നു. പക്ഷേ ഇലകളങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വെടുപ്പാക്കിയത് ഇവിടെ ഇലകൾ കൊഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ദീപാവലി വിളക്ക് തെളിയിക്കാൻ പോവാണ്. മഴക്കാരുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ എടുത്തുകൊണ്ട് ഓടാൻ നിർത്തിയുള്ളൂ. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ എണ്ണ, പിന്നെ ചേരാതുകളൊക്കെ ഇനി ജഗ്ഗുവിൻ്റെ കൂട്ടുകാരന്മാരുണ്ട്. അവരൊക്കെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് ഇതേ വരുന്നു അവർ. അപ്പോൾ നമ്മൾ ചേരാതെ വയ്ക്കാൻ പോവാണ്. എനിക്കറിയാം ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്. കാലാവസ്ഥ എപ്പോഴും മാറുമെന്ന് അറിയില്ല. നമുക്ക് തുലാമാസല്ലേ, തുലാമാസം ആകുമ്പോൾ എങ്ങനെ വേണമെങ്കിലും മാറാം.
കഴിഞ്ഞാൽ നമുക്ക് വയ്ക്കാൻ പറ്റിയ ഇടിവെട്ടൽ നടന്നേ. നമ്മളിപ്രാവശ്യം റോഡിൽ വെക്കണില്ല. അപ്പം നമ്മളെ കയ്യിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ കാജു പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഉണ്ടെങ്കിൽ എനിക്ക് തന്നോളൂന്ന്. അപ്പം ഇത് കാജു വെച്ചു. അല്ല പിന്നെ നമ്മുടെ ദീപാവലി ദീപം തെളിയിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കണ്ട് ഇങ്ങനെ നിൽക്കണം. നല്ല രസം. എല്ലാ സ്ഥലത്തും പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ട്. അത് അവിടെ ദീപാവലി അത് ഒല്ലുപള്ളി പെരുന്നാളിന്റെ അല്ല, അവിടെ പൊട്ടിക്കൽ സപ്പം പയ്യണ്ട. അവർ ദീപാവലി പടക്കം. അതിന്റെ തൊട്ടപ്പുറത്ത് ഒല്ലുപള്ളി പെരുന്നാളിന്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. മിഠായി എടുത്ത് കൊടുക്ക്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. നമ്മളിങ്ങനെ റോഡിൽ രണ്ട് സൈഡ് അറ്റ വരെ വെക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം വെച്ചില്ല. അതിന് പകരം ഇത് ഇത്തിരി അടുപ്പിച്ച് വെച്ചു. എന്നിട്ട് ഒരു 50 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു. അതും വെക്കാറില്ല. അതിന് വല്ല കുഴപ്പം വരുമോ? നമ്മുടെ ബെഞ്ചിന് നമ്മുടെ ബാക്കിലത്തെ വീട്ടിലത്തെ 2 പിള്ളേരില്ലേ, നന്ദു അപ്പും വന്നു കത്തിക്കാൻ സഹായിക്കാൻ വന്നതാ. അവരെ അവിടെ കത്തിച്ചിട്ട് അവര് വന്നേ. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കത്തിക്കല് കഴിഞ്ഞു അല്ലേ. ഇനി ഞങ്ങള് ഒരുമിച്ച് അവിടെ ചേട്ടന്മാരെ അവിടത്തേക്ക് കാണാൻ പോവാ. ഗണപതിനെ കത്തിച്ചാ അല്ല ചേട്ടാ? ഗണപതി ആയിരുന്നു അല്ലേ?
അവളുടെ മനസ്സിൽ ഗണപതിയായിരുന്നു. സാജുവിന്റെ ഒരു ഇതാണ് ഇട്ടത്. അപ്പൊ ഇത് അരിപ്പൊടി കൊണ്ട് കോലം പോലെയൊക്കെ ആക്കണമെന്ന് പറഞ്ഞിട്ട് ജഗ്ഗുവിന്റെ ഇതുണ്ടെങ്കിൽ കുറെ ആക്കിനടന്ന് കുറേയും കിട്ടു. അവരിപ്പോ സജീവോടെ കത്തിക്കാനായിട്ട് എല്ലാവരും പോയിരിക്കുക. അവിടെ കുറേ ഇതുകൊണ്ട് ചെറിയ ചെറിയേട്ടനുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടാ. ചേട്ടൻ പിന്നെയും കൊണ്ടു കൊടുക്കും. ഞാൻ ചുരിദാർ ഇട്ടത്. ചെറിയ നോക്കിയേ ബുദ്ധിമുട്ടല്ലേ ഇത്? കുഴപ്പമില്ല. അവിടെയൊക്കെ നല്ലോണം ഉണ്ടാവാറുണ്ട്. ആ തെങ്ങിന്റെ കടക്കലൊക്കെ ചുറ്റും നിറച്ചുണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതും കുറവാ. അവിടെ രാഗിക്ക് പനിയായിട്ട് എടുക്കുകയാണെങ്കിൽ അത് കാരണം. ഈ ലൈറ്റ് കെടുത്തിട്ടില്ലേ ചെറിയേട്ടൻ? ഇത് കെടുത്തിട്ടല്ലേ എന്റെ ഭംഗി അറിയാ. മറ്റേത് ബ്രൈറ്റ്, ഇതാകുമ്പോ ഒരു വാം ലൈറ്റ് വന്നില്ലേ. അപ്പൊ നമ്മുടെ ദീപാവലി 2022 അത് കാലത്തോട്ട് നന്നായി പണിയെടുത്ത് ദീപാവലി ഈ സമയത്ത് മലർന്ന് കിടക്കണം. ഒല്ലുപള്ളി പെരുന്നാൾ കാണാൻ പോണേ ഞങ്ങള്. ഭക്ഷണം കഴിഞ്ഞിട്ട് ഒല്ലുപള്ളി പെരുന്നാൾ കാണാൻ പോണ്. അപ്പൊ നിങ്ങൾക്ക് ഒല്ലുപള്ളി പെരുന്നാളിന്റെ അവിടെ എന്താണെന്ന് അറിയില്ല. അവിടുത്തെ ഭയങ്കര തിരക്കാന്ന് പറയാൻ കേട്ടു. ഇന്നലെ രാത്രി ഇന്നലെ ഇതുപോലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ഒരു 8 മണി നേരത്തെ ഭയങ്കര മഴ. എല്ലാവർക്കും മഴ കിട്ടിയിട്ടുണ്ട്. ഇന്നെങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് അറിയില്ലല്ലോ മഴക്കാരുണ്ടോ, മഴ പെയ്യാൻ പോണോ. ദീപാവലി. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ദീപാവലി ആശംസകൾ കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.